എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കേട്ടു അല്ലേ, ഷൈനിയുടെ ഫോണിൻ്റെയൊക്കെ ആ ഒരു പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ അതിനകത്ത് നോബിയും ഷൈനിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയ്ക്കുണ്ടായ പ്രകോപനമാണ് ഷൈനി ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുവാനായിട്ട് കാരണം ആയി തീർന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഷൈനിയാണോ ആദ്യം അങ്ങോട്ട് വിളിച്ചത്, അതേ നോബിയാണോ ഇങ്ങോട്ട് വിളിച്ചത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ ഒന്നും അറിഞ്ഞുകൂടാ. എനിവേ എന്തായാലും ഷൈനിയാണ് അങ്ങോട്ട് വിളിച്ചതെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. ആ റീസണും കൂടി അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലേ. എന്തായാലും അതൊക്കെ പോലീസിനെ മനസ്സിലായി കാണും. അവർ ആ ഒരു റിപ്പോർട്ടുകളൊക്കെ അവിടെ സമർപ്പിച്ചു എന്നാണ് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. പിന്നെ അതുകൂടാതെ ഷൈനിയുടെ വിഷയത്തിൽ വന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഷൈനിയുടെ ഒരു എന്താ പറയുക, ഇത് കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ കേസ് ഫയൽ ചെയ്തപ്പോൾ ഒരു ഗാർഹിക പീഡനം പരാതി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഷൈനിയുടെ അമ്മായിമ്മയ്ക്കും കൂടെ എതിരെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൊണ്ടൊന്നും തീരുന്നില്ല. ഷൈനിക്ക് വിരോധമായിട്ട് ആരൊക്കെ കളിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ ഈ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ളതൊക്കെ ഇനിയും പുറത്തോട്ട് വരേണ്ട കാര്യങ്ങളാണ്. എനിവേ എന്തായാലും ഇത്രയെങ്കിലും പുരോഗമനം അതിനകത്തുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും ആശ്വസിക്കാം. അതിനകത്ത് ഇനിയും ഫർദർ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാത്തിരുന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ, എന്താണ് ആ കുഞ്ഞുങ്ങളല്ലേ, ആ കുഞ്ഞുങ്ങളുടെ മരണം നമ്മൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം 10ഉം 11ഉം വയസ്സുള്ള 2 കുഞ്ഞു പെൺപിള്ളേർ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കുഞ്ഞു ചിറക് വിരിച്ചവർ പറന്ന് ഉയരാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവരുടെ ആ 2 ചിറകുകളും അരിയപ്പെട്ടു. അവരെന്തായി, അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി അല്ലേ, അല്ലെങ്കിൽ മരണത്തിലേക്ക് എടുത്തു ചാടുവാൻ അവർ നിർബന്ധിതരായി എന്ന് വേണം നമ്മൾക്ക് പറയുവാനായിട്ട്. കാരണം ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും താല്പര്യത്തോടെ ആയിരിക്കുകയല്ല ഇതിനകത്തോട്ട് പോയത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ ആയിരിക്കണം ആ കുഞ്ഞുങ്ങൾ ഇതിന് നിന്നു കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയായിരിക്കണം നിന്നു കൊടുത്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ആ ചെറിയ കുഞ്ഞ് ഒട്ടും അവൾ അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾക്കറിയാം അവിടെ ആ റെയിൽ പാളത്തിൽ എന്താ നടന്നതെന്ന് അറിഞ്ഞുകൂടെ അവിടെ കിടന്ന് അലറിക്കരഞ്ഞിട്ടുണ്ടാകും ഈ കുഞ്ഞുങ്ങൾ. പക്ഷേ ആരും ആ നിലവിളി കേട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മരണം നമ്മൾക്ക് മറക്കുവാൻ പറ്റുന്നില്ലല്ലോ, അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്നങ്ങ് മാഞ്ഞു പോകുന്നില്ല. ഓർക്കുക, ഇന്നത്തെ ഈ കാലഘട്ടത്തിലും തലമുറകൾക്കെതിരെ പിശാച് വല്ലാതെ വല വിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആദ്യമേ പറഞ്ഞു, പിശാച് എന്താണ്, മനുഷ്യകുലത്തെ മുടിച്ചു കളയുവാനാണ് പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിൽ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, പല വിധത്തിൽ ഇവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടാണ്, തലമുറകളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ തലമുറകൾ വളരുന്നതിന് മുൻപേ അതിനെ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ജീവിതം അവസാനിപ്പിച്ച് കളയുവാൻ പിശാച് വല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നും നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾക്കറിയാം, കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ. കുഞ്ഞു പിള്ളേർ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നെ എന്താണ്, കുഞ്ഞു പിള്ളേർ ലഹരിക്ക് അടിമയാകുന്നു, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുന്നു. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ന്യൂസ് കേട്ടു, എന്താ പറയുക, 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റത്തെ ദിവസം ഒരു കൊച്ചിനെ തല്ലിക്കൊന്നിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ന്യൂസുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തലമുറകൾക്കെതിരെ പിശാച് വല്ലാതെ വ്യക്തികളിലൂടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണ്. കാരണം എന്താണെന്നറിയാവോ, ഈ തലമുറകളെ പേരൻസിനെ കൈകാര്യം ചെയ്യുന്നതിനൊരു പരിധിയുണ്ടല്ലേ. കാരണം സ്കൂളിലോട്ട് ഇവരെ പറഞ്ഞയക്കുന്നിടം വരെ നമ്മളുടെ കയ്യിലുള്ളൂ. ഇവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നിടം വരെ പേരൻസിന് ആദ്യമാണല്ലേ. എന്തെങ്കിലും സംഭവിക്കുമോ, വീണിട്ടുണ്ടാകുമോ, പിള്ളേർ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ, ടീച്ചേഴ്സ് ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ, ഇവരെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസുമായിട്ടാണ് പിള്ളേർ എവിടെ പേരൻസ് എവിടെ ഇരിക്കുന്നത്, വീട്ടിൽ അല്ലെങ്കിൽ ജോലി മേഖലകളിലൊക്കെ ഇരിക്കുന്നതല്ലേ. കാരണം അത്രയും ഭയപ്പാടിലാണ് ഇന്ന് പേരൻസ് ഉള്ളത്. പിള്ളേരെ കുറിച്ച് ഓർത്ത് അത്രയും ഭയപ്പാടിലാണ് ഇന്ന് പേരൻസ് ഉള്ളത്. അപ്പോൾ ഓർക്കുക, ഈ പേരൻസിന് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലേ. 24 മണിക്കൂറും പിള്ളേരുടെ പുറകെ നടക്കുവാൻ പേരൻസിന് കഴിയത്തില്ല. അപ്പോൾ പേരൻസിനൊരു ലിമിറ്റുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയാലും നമ്മൾ അവിടെ എത്തിക്കണം, നമ്മളുടെ തലമുറയെ ഇവിടെ എത്തിക്കണം, നമ്മളുടെ തലമുറയെ ഇന്നത് പഠിപ്പിക്കണം, ഇന്ന സ്ഥലത്ത് എത്തിക്കണം എന്നൊക്കെ നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. പക്ഷേ നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നങ്ങളെ തകർത്ത് എങ്ങനെ കളയാമെന്നും മറ്റൊരു പാർട്ടി അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നുണ്ട്. അതാരാണ്, അത് പിശാച് അല്ലേ. ഈ തലമുറയെ നശിപ്പിച്ച് കളയുവാനായിട്ടും പിശാച് അവിടെ ഇരുന്നുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ നേരെ നമ്മൾ കണ്ണടയ്ക്കരുത്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്താണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ, അവരെ തടയരുത്, അവരെ പോലെയുള്ളവർ
ഉള്ളവർക്കാണല്ലോ സ്വർഗരാജ്യം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഇവർ എവിടെ പോകുന്നു, എവിടെ വരുന്നു എന്നുള്ളതൊന്നും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാൻ പറ്റത്തില്ല. ഇവർ ഏത് വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾക്ക് കണ്ടുപിടിക്കുവാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ പിശാചിന് കഴിയത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ടാകണം. നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം? ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് മാത്രമേ അവരെ സംരക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾക്കറിയാം, ഇന്ന് പള്ളികളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ കത്തോലിക്ക ചർച്ചുകളിലൊക്കെയാണ് ഈ അമ്മമാർ പിള്ളേരുമായിട്ട് പോകുന്നത് പള്ളിക്കകത്തോട്ടല്ല, അവർ പുറത്തൊരു സീറ്റ് തരപ്പെടുത്തി അവിടെ ഇരിക്കാറാണ് പതിവ്. കാരണം എന്താണ്? അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ചെറിയ പിള്ളേരാണല്ലോ അല്ലേ. അവർ ചർച്ചിനകത്തിരുന്ന് വല്ല ഒച്ചയോ സൗണ്ടോ ഉണ്ടാക്കുകയോ കരയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അനൗൺസ്മെൻറ്റ് വരും, കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് പോവുക എന്നുള്ള അനൗൺസ്മെൻറ്റ് വരും. അതിന് അനൗൺസ് ചെയ്യുന്ന വ്യക്തിയെയും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പഴി കേൾക്കണ്ടല്ലോ എന്ന് കരുതി അമ്മമാർ പൊതുവെ സീറ്റ് എവിടെ തരപ്പെടുത്തിയെടുക്കും? പുറത്ത് തരപ്പെടുത്തിയെടുക്കും. എന്ന് വെച്ചാൽ ആ പിള്ളേർക്കോ അമ്മമാരുടെ ഹൃദയത്തിലോട്ടോ വചനം കയറി ചെല്ലുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കിപ്പോൾ വീട്ടിലെ സഭായോഗം അല്ലേ, വീട്ടിലെ സഭായോഗം എന്ന് പറഞ്ഞുകൊണ്ട് പവർ വിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? വീട്ടിലെ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾക്ക് പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് കഴിയും അല്ലേ. കാരണം എന്താണ്? ഇന്ന് ചിലപ്പോൾ എനിക്ക് തോന്നി പെന്തക്കോസ്ത സഭകളിലൊക്കെ ഒത്തിരി നേരമുണ്ട് ആരാധനയിൽ, 2-2.5 മണിക്കൂറൊക്കെ ചില സഭകളിലുണ്ട്. അപ്പോൾ എന്താണ് ഇവർ അതിൻ്റെ ഇടയ്ക്ക് സൺഡേ സ്കൂൾ 1 മണിക്കൂറുണ്ടാകും. അപ്പോൾ എല്ലാം കൂടി കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവർക്കങ്ങ് മടുത്തു പോകുമല്ലേ. ചിലപ്പോൾ നമ്മൾക്കേ മടുപ്പാകും. ഒത്തിരി നേരമൊക്കെ പ്രസംഗമൊക്കെ നീണ്ടു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ മടുപ്പാകും അല്ലേ. ചിലപ്പോൾ ഇനി നല്ലൊരു ആത്മസാന്നിധ്യമില്ലാത്ത പ്രസംഗങ്ങളാണെങ്കിൽ നമ്മൾക്ക് പക്ക ബോറടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല ആത്മസാന്നിധ്യമുള്ളതാണെങ്കിൽ നമ്മൾക്കത് കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞു തലമുറകൾക്കത് മനസ്സിലാകണമെന്നില്ലല്ലേ. അപ്പോൾ അവർക്കതൊരു വലിയ ബോറടിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങ് മടുത്തു പോകും. ആ ചെറുപ്പത്തിൽ തന്നെ എന്താണ് ഈ പ്രാർത്ഥന ആരാധന എന്ന് പറയുന്നതും ഈ ടൈം നീളുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് വരും? ഒരു മടുപ്പ് വരുവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കേരളത്തിന് വെളിയിലൊരു സഭ എനിക്കറിയാം, ഒരു വലിയ സഭയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ രാവിലെ അവർ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ആദ്യം ആരാധന വർഷിപ്പ് ഉണ്ടാകും. അതിനുശേഷം വചന ശുശ്രൂഷയാണ്. അപ്പോൾ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പിള്ളേരെയുമായിട്ട് ടീച്ചേഴ്സ് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പഠിപ്പിച്ചിട്ട് പോയിട്ട് ആശീർവാദത്തിന് മുൻപേ പഠിപ്പിച്ചെങ്ങോട്ട് വരും? ചർച്ചിൻ്റെ അകത്തോട്ട് പിള്ളേരെ കൊണ്ടുവരും. എന്നിട്ട് അവസാനത്തെ ആശീർവാദം എല്ലാവരും കൂടി ഒന്നിച്ച് പിള്ളേർക്കും കിട്ടും, അമ്മമാർക്കും കിട്ടും, ടീച്ചേഴ്സിനും കിട്ടും, എല്ലാവർക്കും കിട്ടും. അങ്ങനെ അവർ സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാനവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സഭയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്, ആ കുഞ്ഞുങ്ങളെല്ലാം നല്ല ചെറുപ്പത്തിലെ പിള്ളേരെല്ലാം നല്ലപോലെ ദർശനങ്ങൾ കാണുന്നു. അവർക്ക് ദൈവത്തോട് ഭയങ്കര അട്രാക്ഷനാണ്. അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചെറിയ പിള്ളേർ അന്യഭാഷയിൽ ആരാധിക്കുന്നു. അതൊക്കെ കാണുവാനായിട്ട് ഇടയായി. പക്ഷേ ബാക്കി മിക്ക സഭകളിലും ഇതൊന്നും കാണാറില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം പിള്ളേർക്ക് മടുപ്പാണ് പകുതിയും. കാരണം എന്താണെന്ന് പറയുമ്പോൾ രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സൺഡേ സ്കൂൾ, അത് കഴിഞ്ഞിട്ട് 2.5-3 മണിക്കൂർ ആരാധന. ഇത്രയും നേരമൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു പറ്റത്തില്ല. അവർക്ക് അതിനെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് മടുപ്പ് വരും. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ തന്നെ ഈ പ്രാർത്ഥനയോടും ആരാധനയോടും അവർക്കൊരു മടുപ്പ് വരും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നും 2-3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് കുടുംബ പ്രാർത്ഥന 2-3 മണിക്കൂറുമൊക്കെ നീണ്ടു പോകുമ്പോൾ അത്രയും നേരമൊന്നും ഇരിക്കാൻ ആർക്ക് പറ്റത്തില്ല? കുഞ്ഞുങ്ങളെയും കൊണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ അവർ പേടിച്ചിട്ട് ഇരുന്നാൽ തന്നെ അവരുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താകും? അവർക്കൊരു മടുപ്പാകും. ഒന്നാമത്തെ കാര്യം ആരാധന മടുപ്പാകും. പിന്നെ എന്താ പറയുക, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് മടുപ്പാകും. ഞാനൊരു സാധാരണക്കാരത്തിയുടെ ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. വലിയ ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഒത്തിരി അതിഭക്തന്മാരുടെയൊക്കെ മക്കൾ വേറെ ലെവലായിരിക്കും. ഞാനൊരു സാധാരണക്കാരൻ്റെ കാര്യത്തിലാണ്, അതുകൊണ്ട് സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും കുറ്റം പറയുകയല്ല. കാരണം ഇതൊക്കെ ഓരോരോ സഭകളിലും അവരുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മൾക്കതിനെ തിരുത്താനോ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നമ്മൾക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാരണം എവിടെയും 2 അഭിപ്രായങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ കുടുംബത്തിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു പാട്ട് പാടുക, നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താണ് വചനം വായിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് കൊച്ചു വചനങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് അവർക്കൊരു നമ്മൾക്കൊരു കുറച്ച് ടൈം അവരെയും കൊണ്ട്
പ്രാർത്ഥിപ്പിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് വിടുന്നതായിരിക്കും ബുദ്ധി. കാരണം അല്ലെങ്കിൽ ഇവർക്ക് മടുപ്പായി തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അവർക്ക് നമ്മൾക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം കൂട്ടി അവരെ കൊണ്ടുവരുവാനായിട്ട് കഴിയുമല്ല. അല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു 5, 6, 7, 8 വയസ്സുള്ളതിനെയൊക്കെ നമ്മൾ 2.5-3 മണിക്കൂർ ഇരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിള്ളേർക്ക് അത് ബോറടിയാകും. അതുകൊണ്ട് നമ്മൾക്ക് ചെറുപ്പത്തിലെ തന്നെ ആത്മീയത്തിനോട് അവർക്ക് എന്തുണ്ടാകരുത്, ഒരു മടുപ്പുണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയിൽ അവർക്ക് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, ഇപ്പോൾ സൺഡേ സ്കൂൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. പലരും പല അഭിപ്രായങ്ങൾ പറയും. കാരണം വീടിൻ്റെ മുറ്റത്ത് കാറുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറ്റി അങ്ങ് അതിരാവിലെ കൊണ്ടുവന്ന് പള്ളിക്കകത്തോട്ട് ഇറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കുറച്ച് ദൂരെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. കാരണം കാഴ്ചപ്പാടുകളൊക്കെ ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആണ്. ചിലർ പറയും വില മുടക്കണം എന്നൊക്കെ പറയും. എല്ലാവർക്കും അതിന് കഴിഞ്ഞു എന്ന് വരത്തില്ല. എല്ലാവർക്കും അതിനുള്ള കൃപയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസോ ഉണ്ടാകണമെന്നൊന്നും വരത്തില്ല. അപ്പോൾ എന്താണെന്ന് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾക്ക് വീട്ടിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ. കൊച്ചു നമ്മുടെ ഈ എന്താ പറയുക ദൈവിക വചനങ്ങളും അതിൻ്റെയൊക്കെയുള്ള പിള്ളേരുടെ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് അവരോട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുക അല്ലേ. പണ്ട് ഒരു ദാവീദ് ചേട്ടായി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താണ് നമ്മുടെ യോസഫിന് പണ്ടൊരു എന്താ പറയുക ഒരു യോസഫ് എന്ന് പറയുന്ന ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾക്ക് ബൈബിളിനകത്തു നിന്ന് തന്നെ അവർക്ക് രസകരമാകുന്ന വിധത്തിലും അവർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന വിധത്തിലും കഥകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് നമ്മുടെ ആ വചനത്തിൻ്റെ ഒരു രീതികളിലോട്ടൊക്കെ അവരെ കൊണ്ടുവരുവാനായിട്ട് കഴിയും അല്ലേ. പിന്നെ ചെറിയ അവരുടെ ആ ഒരു സൺഡേ സ്കൂളിൻ്റെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ മേടിച്ച് അവർക്ക് ചെറുതായിട്ട് നമ്മൾക്ക് തന്നെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുവാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ സഭകളിലോട്ടും എന്താ പറയുക പിള്ളേരെ ഇത്രയും അതിരാവിലെ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തവർക്കുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി തരണേ എന്ന് പിള്ളേർക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കാതിരിക്കുക. നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഇവർ വല്ലാതെ ദൈവത്തോടങ്ങ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടും ചെറിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ പഠിപ്പിക്കണം. പക്ഷേ നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങൾ ചുമ്മാ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ പിന്നെ ഓവറായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തതെന്ന്. അതുകൊണ്ടും നമ്മൾ ചുമ്മാ അവർക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് ആദ്യം തന്നെ എന്താണ് ഒരു അവിശ്വാസം വരരുത്. ചുമ്മാ തൊട്ടതിന് പിടിച്ചെല്ലാം തരണേ എന്ന് മാത്രം നമ്മൾ പഠിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് തരുമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ നമ്മൾ ഏത് വാക്ക് പ്രയോഗിക്കണം, ആവശ്യമുള്ളതെല്ലാം ദൈവം തരും എന്ന് വെച്ചാൽ അനാവശ്യമുള്ളതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞിടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഒരു കമൻറ്റ് കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ പുള്ളി എഴുതിയേക്കുന്നത് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്താ പറയുക, നമ്മൾക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൊച്ചെന്നോട് ചോദിച്ചു, എനിക്ക് മുട്ടുണ്ടായിരുന്നല്ലോ പപ്പ എന്ന് കൊച്ചു ചോദിച്ചെന്ന് ഈ വ്യക്തി പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു മുട്ടുണ്ടെന്ന് പറഞ്ഞത് ആ കൊച്ചിന് വേറെ എന്തോ വലിയൊരു കളിക്കോപ്പ് വേണം. അപ്പോൾ അത് മേടിച്ചു കൊടുക്കാൻ അവൻ്റെ പപ്പയുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വലിയൊരു കളിക്കോപ്പ് എനിക്കില്ലല്ലോ. അപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് തെറ്റല്ലേ എന്ന് ആ കൊച്ച് ഈ അപ്പനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് ഈ പുള്ളി പറഞ്ഞത് ഞാൻ കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാനതിന് മറുപടിയൊന്നും കൊടുത്തില്ല. പക്ഷേ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആ കൊച്ചിന് കൊടുത്തിരിക്കുന്ന റോങ് ടീച്ചിങ് ആണല്ലേ അത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും തരണേ അതിൻ്റെ ഉത്തരം അതാണോ? ശരിക്കും 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ അത് ഓവറായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, മുട്ടുണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വചനം പിള്ളേർക്ക് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൂടുതൽ എന്താ ചെയ്യേണ്ടത്, ഈ തരണേ എന്ന് പഠിപ്പിക്കുന്നതിന് പകരം കൊച്ചു വചനങ്ങൾ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, അതങ്ങ് ക്രിയ ചെയ്യും. അവർ ചുമ്മാ ഇരിക്കുമ്പോൾ ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അവർ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഇവർ ഈ വചനം അങ്ങ് അറിയാതെ അങ്ങ് പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിള്ളേർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പേരൻസാണ് പിന്നെ അല്ലേ. നമ്മളിരുന്ന് പിള്ളേർക്ക് വേണ്ടി ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിന് മുൻപേയും പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പിള്ളേർക്ക് വേണ്ടി ഉപവസിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പിള്ളേരെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് കഴുകൻ കണ്ണുകളുമായിട്ടും ആൾക്കാർ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തലമുറകൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉപവസിച്ചിരിക്കണം കേട്ടോ. കുറച്ച് നേരമാണെങ്കിലും ഒരു നേരമാണെങ്കിലും നമ്മൾ തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ചിരിക്കുക. പിന്നെ വചനമുണ്ടല്ലേ, ഒരുപാട് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഞാൻ 1-2 വചനം പറയാം. സങ്കീർത്തനം 127:3 പറയുന്നു, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. എന്ന് വെച്ചാൽ യഹോവ തരുന്ന അവകാശമാണല്ലേ, ആ അവകാശത്തെ നശിപ്പിച്ചു കളയാൻ നമ്മൾക്ക് അധികാരമില്ലാതെ ദൈവം തരുന്ന പ്രതിഫലമാണ് അത്. ദൈവം ചിലപ്പോൾ
അതിൻ്റെ കണക്ക് നമ്മളോട് ചോദിക്കുമല്ലേ. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കുഞ്ഞുങ്ങളെ തന്നവൻ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങളുടെ കണക്ക് ചോദിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നശിപ്പിക്കാനൊന്നും അല്ലെങ്കിൽ അവരുടെ ജീവിതം തകർത്ത് കളയാനൊന്നും ഒരു പേരൻസിനും അധികാരമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അത് ദൈവം തരുന്ന വലിയ ദാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനം വെച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും. ദൈവം തന്ന അവകാശത്തിന്മേൽ ശത്രുവിൻ്റെ ദൃഷ്ടി പതിയരുത്, ശത്രു കാണരുത് എന്ന് പറഞ്ഞ് നമ്മളെ തിരുരക്തം കൊണ്ടും തിരുവചനം കൊണ്ടും പരിശുദ്ധാത്മാവിനാലും കുഞ്ഞുങ്ങളെ അങ്ങ് മുദ്രയിട്ട് പ്രാർത്ഥിച്ചോണം. ഇത് എപ്പോഴാണ്? രാത്രിയിൽ മാത്രമല്ല കേട്ടോ, രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചോണം. അവരെ സ്കൂളിലോട്ട് അയക്കുന്നതിന് മുൻപേയൊക്കെ ഈ വചനം പറഞ്ഞ് നമ്മൾ പിള്ളേരെ പ്രാർത്ഥിപ്പിക്കണം. അവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് വചനം പറയിപ്പിക്കണം, വചനം പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. എന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കാമല്ലോ. ഏതാണ്? നമ്മൾക്കറിയാം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ആ ഒരു വചനം അവരെ അങ്ങ് പഠിപ്പിക്കുക. അത് പിള്ളേരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അങ്ങനെയുള്ള വചനങ്ങളൊക്കെ, കൊച്ചു കൊച്ചു വചനങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ച് കൊടുത്ത് നമ്മൾ അവരെയും കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് സ്കൂളിലോട്ട് അയക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം അവരെയും കൊണ്ട് കുറച്ചാണെങ്കിലും 1, 2, 3 ഒക്കെ നമ്മൾ വചനങ്ങൾ പറഞ്ഞ് അവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ മസ്റ്റായിട്ടും ഒരു 2, 3, 4 അത് കൂടുതൽ കേട്ടോ, മിനിമം ഞാൻ പറഞ്ഞ 3, 4 അപ്പോൾ ഒരു കുറച്ച് വചനം അവരെയും കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം. ഇങ്ങനെ വചനം പറയിപ്പിച്ച് അവരെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു ആത്മീയത്തിൻ്റെ ലെവൽ അവർക്ക് മനസ്സിലായി തുടങ്ങും. ചെറുപ്പത്തിലെ വചനം അവർക്ക് അവരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു വചനമുണ്ട്, സങ്കീർത്തനം 128:3. അതെന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും എന്ന് വെച്ചാൽ, ഒലിവ് തൈകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണല്ലേ, അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒലിവ് തൈകൾ പോലെയും ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഫലം കായ്ക്കുന്ന, ചെറുപ്പത്തിലെ നല്ല ഒരു കുഞ്ഞായിട്ട് വളർന്നു വരണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളൊക്കെ വെച്ച് നമ്മളും പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വചനം പഠിപ്പിച്ചു കൊടുക്കണം, അവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എന്താണ് ഓവറായിട്ട് അവരെ എന്താ പറയുക, നമ്മൾ നിനക്ക് കളക്ടറാകണം, നീ ഇന്ന ആളാകണം കേട്ടോ, അങ്ങനെയുള്ള വലിയ അത്യാഗ്രഹങ്ങളൊന്നും നമ്മൾ അവരുടെ മനസ്സിൽ നമ്മൾ പതിയിപ്പിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്? ദൈവത്തിന് അവരെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ദൈവമേ, അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ, അങ്ങയുടെ പദ്ധതി എന്താണ്? അതൊരിക്കലും നാശത്തിനുള്ളതല്ലല്ലേ. ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും അവർക്ക് നന്മയ്ക്കുള്ളതാണ്. കർത്താവേ, അങ്ങയുടെ ആ പദ്ധതിയിലേക്ക് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണമേ, അങ്ങയുടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്തട്ടെ അല്ലെങ്കിൽ അവൾ എത്തട്ടെ എന്ന് പേരൻസ് പ്രാർത്ഥിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രീതിയിൽ വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാനും അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനും. ഞാൻ വലിയ ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്നത് വചനത്തിൽ നിന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരി എന്ന ലെവലിൽ നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക. അല്ലാതെ നമ്മൾ കൂടുതൽ അങ്ങേ വീട്ടിലെ വലിയ ചാക്കോച്ചൻ്റെ മകനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ശോശാമ്മയുടെ മകളെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് താരതമ്യം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക. കാരണം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികൾ വിഭിന്നമാണല്ലേ. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു തിരിച്ചറിവ് പിള്ളേരിലേക്കും പകർന്നു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തലമുറകൾ വഴിക്ക് വെച്ച് തീർന്നു പോകാതിരിക്കാൻ, എന്ന് വെച്ചാൽ അവരുടെ ആയുസ് ശത്രു തട്ടിയെടുക്കാതിരിക്കുവാൻ, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയാതിരിക്കുവാനൊക്കെ എന്ത് ചെയ്യണം? പേരൻസ് നല്ലപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തലമുറകളെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. എനിക്ക് തോന്നുന്നു ആ ഒരു 10, 11, 10 വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ, അവരുടെ ജീവിതം പൊലിഞ്ഞു പോകേണ്ടതായിരുന്നില്ല. അതുങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഒരു നേരത്തെ ആ ഒരു വാശിയുടെ പുറത്ത് അവർ 2 കുരുന്നുകളും കൂടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ റോങ് ഡിസിഷനുകളിലേക്ക് കുഞ്ഞുങ്ങളെ ബലിയാടാക്കുവാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ഏരിയകളും കവർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പിള്ളേർക്കെതിരെ വരുന്ന പോരുകൾ അല്ലെ, പിള്ളേർക്കെതിരെയുള്ള ദൂഷ്യദൃഷ്ടികൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കും. ഇന്നത്തെ കാലത്ത് പേരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. എന്താണ്? അവനെല്ലാത്തിനും ഫസ്റ്റാണ് കേട്ടോ, ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്തും. ഇനി അതുകൂടാതെ അറിയാത്തവരെയും കൂടെ നമ്മളങ്ങ് അറിയിപ്പിച്ചുകൊണ്ട് നടക്കും. ഇത് കേൾക്കുന്നവരെല്ലാം നല്ല രീതിയിൽ എടുക്കണമെന്നില്ല കേട്ടോ. ചിലരെന്ത് ചെയ്യും? ചിലരുടെ ഉള്ളിലോട്ട് അസൂയൊക്കെ വരും. കണ്ടില്ലേ എന്നൊക്കെ വരും. അത് ചിലപ്പോൾ അവർക്കത് ദോഷമായിട്ട്, കുഞ്ഞുങ്ങൾക്കത് ദോഷമായിട്ട് തീരുവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ പൊങ്ങച്ചങ്ങൾ പുറത്തോട്ട് പറഞ്ഞുകൊണ്ട് നടക്കാതെ ദൈവം തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് എന്താ പറയുക, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് നമ്മൾ പ്രത്യേകം തീരുമാനമെടുക്കേണ്ടത്? എന്താണ്? പാതി വഴിയിൽ വെച്ച് പിശാചിൻ്റെ വഴികളിലേക്ക് തെറ്റിപ്പോകാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ ജീവനെ എടുക്കുവാൻ പിശാചിനും വിട്ടുകൊടുക്കുവാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. സ്കൂളിലോട്ട് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ
വരുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ്റെ വലയം അവർക്കുണ്ടാകുവാൻ അവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക. നമ്മളും ഇരുന്ന് പ്രാർത്ഥിക്കുക, ഫാസ്റ്റിംഗ് ഇരിക്കുക, വചനം അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലെവലിലോട്ടൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുക. പിന്നെയുണ്ട് ചിലരുടെയൊക്കെ അല്ലേ, എല്ലാവരുടെയും കുടുംബജീവിതം ഒരുപോലെ ആകണമെന്നില്ല അല്ലേ. പേരൻസിൻ്റെ ടെൻഷൻസൊക്കെ കണ്ടായിരിക്കും പിള്ളേർ വളർന്നത്. ചെറുപ്പത്തിലെ അവർ ടെൻഷൻസൊക്കെ കണ്ടു വളർന്ന പിള്ളേരുടെ ഉള്ളിൽ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ആ കുഞ്ഞു മനസ്സിനേറ്റ മുറിവുകളെ ദൈവമേ അവിടുന്ന് ഉണക്കണമേ. ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കാൻ നമ്മളുടേതാണെങ്കിലും പിള്ളേരുടേതാണെങ്കിലും ആരുടേതാണെങ്കിലും ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കർത്താവേ. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ മുറിവുകളെ എല്ലാം ഉണക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.